ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ് തീരുമാനിക്കും. അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. സൂംബ വിവാദം അനാവശ്യമെന്ന് മതനേതൃത്വത്തിന് പോലും ഇപ്പോൾ ബോധ്യമാകുന്നു. വെറുതെ മൈക്കും മഷിയും മുന്നിലുണ്ടെന്ന് കണ്ട് പറഞ്ഞും പോസ്റ്റിട്ടും കളിക്കുന്നവർ വരുത്തിവെക്കുന്നത് കേവല വിനയല്ല, വിനാശമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ കാറ്റിൽ പറത്തുന്നവർക്ക് എന്ത് ഗുണകാംക്ഷ. ഭരണഘടനയെ വികലമാക്കാനും ഒരു പേര് പോലും കലാസൃഷ്ടിയിൽ എതിർക്കപ്പെടുന്നവരുടെ കാലത്ത് അവർക്കൂർജ്ജമാകുന്ന മറുവശം ഓർക്കണം. ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് മതേതര ജനാധിപത്യ ചേരിയാണ്. അവർ മാത്രമല്ല, മുഖ്യധാരയിൽ മതേതരത്വവും ഗാന്ധിസവും വിളമ്പുന്നവരും അവരുടെ നിലപാടുകൾ ശ്രദ്ധിക്കണം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന അഴകുഴമ്പൻ ഡയലോഗുകളാൽ വെള്ളത്തിൽ വരകൾ അല്ല വരയ്ക്കേണ്ടത്, ഷാർപ്പായി ഇടപെടണം. മതേതരത്വം ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് ആ അർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാണെന്ന് പറയുന്നവരോട് പരിഭവപ്പെടാനാകില്ല. അവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ആർജവം ശ്ലാഘനീയമാകുന്നത്. ഒന്നായ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം കേരളം വെച്ചു പൊറുപ്പിക്കില്ല. സുംബ വിവാദം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ആരോപിതർ ലക്ഷ്യം കാണാതെ ഒടുങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: LG ലിജീഷ്, DYFI നേതാവ്; സേനാപതി വേണു, കോൺഗ്രസ് നേതാവ്; സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് C. ഷുക്കൂർ; ഒപ്പം വിസ്ഡം സ്റ്റുഡൻസ് നേതാവ് സഫുവാൻ ബറാമി അൽ ഹിഗമി. ആദ്യം ശ്രീ സഫുവാൻ ബറാമി. ശ്രീ സഫുവാൻ ബറാമി, സൂംബയെക്കുറിച്ച് നിങ്ങൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾ, അതിന് മതനേതൃത്വത്തിൻ്റെ പോലും പിന്തുണയില്ലാതെ ഒടുങ്ങേണ്ടി വരുന്ന സാഹചര്യം, ഇപ്പോൾ നിങ്ങളുടെ നിലപാടെന്ത്? ഇവിടെ നമ്മുടെ നിലപാട് ഇതുവരെ ഒരു പുതിയ ഡെവലപ്മെന്റുകളിലേക്ക് പൂർണ്ണമായി എത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഈ പ്രശ്നത്തെ ഞങ്ങൾ എങ്ങനെയാണോ അഡ്രസ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ഏതൊരു അർത്ഥത്തിലാണോ ഇത് ഒരു ചർച്ചക്ക് നമ്മൾ വെച്ചത്, അവിടെ തന്നെ നമ്മളിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ല ഇത് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹം, ഇവിടെ ആങ്കർ പറഞ്ഞതുപോലെ തന്നെ ബഹുസ്വര സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു ആണിക്കല്ല് ഇളക്കണമെന്ന്, അതിന്റെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടിക്കണമെന്നൊന്നും ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ഞങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് അറിയുന്ന ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. മറിച്ച് ഇവിടെ ഒരു പൊതു വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന ഒരു മാറ്റം, അത് തീർച്ചയായും ഇൻക്ലൂസീവ് ആകണം എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അത് ഇൻക്ലൂസീവ് ആകണം, എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്നതാകണം. അല്ലെങ്കിൽ അത്തരം ആളുകളെ പരിഗണിക്കാൻ, കേൾക്കാൻ, അത് എത്ര ന്യൂനപക്ഷമായാലും അത്തരം ആളുകളെ കേൾക്കാനും അവരുടെ പരാതികളെ മുഖവിലേക്ക് എടുക്കാനുമാണ് ഒരു ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾക്ക് സാധിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ഇനിയും ഇത് ചർച്ചകൾക്ക് വിധേയമാകട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ ഡിസന്റ് ഇവിടെ രേഖപ്പെടുത്തും. ഇത് തുടർന്ന് ഇനി എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ്സ് എന്ന് നമ്മൾ നിരീക്ഷിക്കും. മാത്രമല്ല, കൂടുതൽ ജനങ്ങളെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് മയപ്പെടുന്നതാണിത്. നേരത്തെ പറഞ്ഞത് ഇതൊരു നിഷിദ്ധ സ്വഭാവത്തിൽ ഉള്ളതാണ് ഈ സൂംബ എന്നതായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഇവിടേക്ക് മാറിയത് തന്നെ നിങ്ങൾ മയപ്പെടലാണ്. പക്ഷേ വീണിടത്ത് കടന്ന് ഉരുളുകയാണ് എന്നാർക്കിങ്ങനെ സംശയം തോന്നിയാൽ തെറ്റു പറയാനാകില്ല. എന്താണ് നിങ്ങൾക്കിതിൽ വേണ്ട സ്റ്റഡി? ഏത് വിഷയത്തിലാണ് പഠനം ആവശ്യമായത്? ഒന്നാമത്തെ ആങ്കറിനോട് എനിക്കൊരു ചോദ്യമുള്ളത്, എന്താണ് മയപ്പെടുത്തിയെന്നുള്ളത്. ഞാൻ വരാം. ഇവിടെ എന്താണ് ഞങ്ങൾക്ക് വേണ്ട സ്റ്റഡി എന്ന് ചോദിച്ചാൽ, ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പച്ച നിറത്തിലേക്ക് ബോർഡുകൾ, വിദ്യാഭ്യാസ രംഗത്തെ ക്ലാസ് മുറിയിലെ ബോർഡുകൾ മാറ്റണം എന്നൊരു അഭിപ്രായം, അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്ത സാഹചര്യത്തിൽ പറഞ്ഞു വെച്ച വാചകങ്ങൾ ഇന്നലെയും ഇന്നൊക്കെ ഇപ്പൊ നമ്മുടെ ചർച്ചയിലുണ്ടല്ലോ.
അഥവാ ഒരു ബോർഡ് മാറ്റുന്നിടത്ത് പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ശാസ്ത്രീയമായി പഠിച്ച് നിഗമനങ്ങളിലേക്ക് എത്തിയതിന്റെ ശേഷം മാറ്റാം, ഒരു ബോർഡ് മാറ്റുന്ന പ്രശ്നമല്ല. അല്ലാതെ നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബോർഡ് പോലും മാറ്റരുത് എന്ന് അന്ന് പറയാൻ പറ്റും. അത് ഇതുമായി ചേരുന്നതല്ല, അത് ഇറ്റ്സെൽഫ് റദ്ദാകുന്നതാണ് സഫ്വാൻ ബറാമി. കാരണം കറുത്ത ബോർഡിൽ ഒരു പച്ച ഉണ്ടാകണമെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് വരുന്നതെന്ന് വിശദീകരിക്കണം. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, ഞാൻ ചോദിക്കുന്നത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പഠനമാണ് ആവശ്യം? ഏത് വിഷയത്തിലാണ് അത് പഠനം ആവശ്യം? കാരണം ലോകം അംഗീകരിച്ചതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം പൂർത്തിയാക്കുമ്പോഴാണല്ലോ അത് നിങ്ങൾക്ക് കിട്ടുക. അത് കിട്ടിയിട്ടില്ലെങ്കിലാണല്ലോ അടുത്തൊരു ചോദ്യത്തിനോട് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ ബോർഡ് മാറ്റുന്ന ഒരു വിഷയം, അത് ഒരു വലിയ പഠനങ്ങൾ വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനെ ഒരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ സംഗതി, ഒരു പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം കൊണ്ടുവരുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് പഠനങ്ങൾ നടത്തി ശാസ്ത്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരേണ്ടത്. ആരാണ് ബന്ധപ്പെട്ടവർ, ആരാണ് ചർച്ച ചെയ്യാത്തത്, എന്താണ് ചർച്ച ചെയ്യാത്തത്? എവിടെയാണ് ഈ കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നു, അതുകൊണ്ട് ഈ അവർക്ക് സൂംബ ഡാൻസ് ആണ് ഏക പരിഹാരം എന്ന് പറയുന്ന പഠനം എവിടെയാണ്? കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ ബറാമി? ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആങ്കറിന് അതാണോ മനസ്സിലായത്? എനിക്കതാണ് മനസ്സിലായത്. കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ? കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് ലഹരിയിലേക്ക് പോകുന്നു എന്നും അതിന്റെ പരിഹാരം സൂംബയാണ് എന്നുമുള്ള പഠനങ്ങൾ എവിടെയാണ്? ഒരു 4 പഠനങ്ങൾ നിങ്ങൾ തരൂ. തീർച്ചയായും. അതായത് നാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ശ്രീ ബറാമി താങ്കൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. ബറാമി സൂചിപ്പിച്ചത് എന്ത് പഠനമാണ് സൂംബയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ്. സൂംബ എന്താണ്? നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ മറ്റേതെങ്കിലും ഇസഡിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അതിൻ്റെ ദൃശ്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അവലോകനത്തിലേക്കും അന്തിമ ഫുൾ സ്റ്റോപ്പിലേക്കും എത്തരുത്. ഞാൻ ചോദിക്കുന്നത്, സൂംബ എന്നത് കൊളംബിയയിലെ ഒരാൾ കണ്ടുപിടിച്ചതാണ്. അയാൾ മാത്രമല്ല, അയാളോടൊപ്പം ഈ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന 3 പേർ കൂടി ചേർന്ന് അവർ രൂപപ്പെടുത്തിയതാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ചലനങ്ങളെ മ്യൂസിക്കിൻ്റെ താളത്തിൽ ദ്രുതഗതിയിൽ ഒരു പ്രത്യേക താളത്തിൽ ചെയ്യുന്നത് മാത്രമാണ് സൂംബ. ആ സൂംബ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും ഏത് സാഹചര്യത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാനാകുമെന്നതാണ്. രസകരമായി ഒരു കളിയിലൂടെ പഠനം എന്നൊക്കെ ഉണ്ടല്ലോ. താങ്കൾ അധ്യാപക വൃത്തി ചെയ്യുന്ന ആളാണെങ്കിൽ ആ രീതിയിലാണല്ലോ. അത് മതപഠനത്തിലടക്കം അപ്ലൈ ചെയ്യാറുണ്ട് പല പ്രസ്ഥാനങ്ങളും. അപ്പോൾ അങ്ങനെ കളിയിലൂടെ, ആ വ്യായാമത്തിലൂടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കലാരീതിയാണ്, ഒരു കായിക രീതിയാണ്, ഒരു അഭ്യാസ രീതിയാണ് ഈ സൂംബ എന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അവിടെ എവിടെയാണ് നിങ്ങൾക്കൊരു വിവാദത്തിൻ്റെ സ്പേസ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ അവതാരകൻ ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന ഇടത്തെക്കുറിച്ച് അത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളത് എനിക്ക് മാത്രമല്ല, സമൂഹത്തിനാകെയും. സഫ്വാൻ, സമൂഹത്തിന്റെ മൊത്തം ഏജൻസി ഒന്ന് താങ്കൾ ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. ഞാനൊരു ഘട്ടത്തിൽ ആരുടെയും എന്റെ കൺസേൺ ആണ്. ഞാൻ അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ, ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു കൺസേൺ എനിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ. അത് അങ്ങനെ നിങ്ങൾ അതിൽ വിശ്വാസം മേമ്പൊടിയാക്കി, അവിടെയാണ് വിഷയം. അതെന്താ? മതേതര രാജ്യത്ത് ഞങ്ങളുടെ വിശ്വാസത്തിന് യോജിക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. നിങ്ങൾ എന്ത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് കേരള ഗവൺമെന്റും ഇന്ത്യ രാജ്യത്ത് ഒരു പൗരനും തമ്മിൽ നടന്ന ഒരു കോർട്ടിലെ നടപടി, അവിടുത്തെ സംഗതിയൊക്കെ കഴിഞ്ഞ ചർച്ചകളൊക്കെ ഞങ്ങൾ കോട്ട് ചെയ്തിരുന്നു. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ ഹനിക്കുന്നതാണ് എന്ന് ആങ്കറിന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഹനിക്കപ്പെട്ട ഒരാൾ കോടതിയെ സമീപിച്ചതും അവരുടെ റൈറ്റ് ടു റിലീജിയന്റെ ഭാഗമായി അത് ആലപിക്കുന്ന സമയത്ത് അവർക്ക് ഒഴിവ് കൊടുക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷണത്തെ അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ ഒരു വിധി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. സുപ്രീം കോടതിയാണ് അവരുടെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചത്, ഹൈക്കോടതിയല്ല. താങ്കൾക്ക് അവിടെ ഒരു ചെറിയ ഓക്കെ. സഫ്വാൻ ബറാമി, ഞാൻ ചോദിക്കുന്നത്
എല്ലാ കാര്യങ്ങളെയും ഒരു മാനദണ്ഡപ്രകാരം മാത്രം നോക്കിക്കാണുന്ന രീതി, അതിനെ സാങ്കേതികമായി വിശദീകരിക്കുന്ന രീതി ഒരു പൊതുസമൂഹത്തിന് ചേർന്നല്ല. നിങ്ങൾ പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് അല്പവസ്ത്രത്തിൽ ആടുന്നതാണ് പ്രശ്നം, അതാണ് സൂംബ എന്ന് ചുരുക്കി കാണുവാനാണ് നിങ്ങൾ ശ്രമിച്ചത്. പിന്നീട് നിങ്ങൾ രണ്ടാമത് ചോദിച്ചത് എങ്ങനെയാണ് മയക്കുമരുന്നിനെതിരെ അല്ലെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ്സിനെതിരെ സൂംബ സഹായിക്കുന്നതെന്ന് ചോദിച്ചു. നിരവധി സ്റ്റഡീസുണ്ട്. കാർഡിയോ സംബന്ധിയായ എല്ലാ വ്യായാമങ്ങളും ഇതിന് അനുഗുണമാകുന്നതെന്ന് നിരവധി സ്റ്റഡിയുണ്ട്. ഒരു 500 സ്റ്റഡി താങ്കൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും. ഞാൻ താങ്കളുടെ അടക്കമുള്ളവരുടെ ഒക്കെ വാദങ്ങൾ പരിശോധിച്ച് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഇഷ്ടംപോലെ ഏജൻസികൾ, അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഇഷ്ടംപോലെ ഏജൻസികൾ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അതൊന്നുമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം സഫ്വാനോട് ചോദിക്കട്ടെ. ഇപ്പോൾ സ്കൂളുകളിൽ പ്രാർത്ഥനയുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പ്രാർത്ഥിക്കുന്ന സ്കൂളുകളുണ്ട്, ദൈവമേ കൈതൊഴാമെന്ന് പ്രാർത്ഥിക്കുന്ന സ്കൂളുകളുണ്ട്, കർത്താവേ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന സ്കൂളുകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് എന്ത് ശാസ്ത്രീയമായ പഠനമാണുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തുടങ്ങുന്നത്? അത് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്കൂളിൽ അത് ആരെങ്കിലും പിന്നെ അത് നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥാവിശേഷം പറയട്ടല്ലോ, എല്ലാ കുട്ടികളും എഴുന്നേറ്റിപ്പിച്ച് തൊഴുതിപ്പിക്കുകയല്ലേ? അത് അങ്ങനെ ഒരു രീതിയില്ലേ? അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ സഫ്വാൻ? അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നേ. അതെന്താ നമ്മുടെ രാജ്യം നാടാണോ? വിശ്വാസം അനുസരിച്ച് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും അവകാശമില്ലാത്തൊരു നാട്ടിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് മതേതര ഇന്ത്യയിലാണ്. ഇവിടെ എനിക്ക് എന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ എന്റെ ഭരണഘടന അവകാശം. താങ്കൾക്ക് അത് സർക്കാരും പറയുന്നല്ലോ, താങ്കൾ അടക്കമുള്ളവർക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷെ ഒരു ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ അവിടെ ഒരു കുത്തിത്തിരിപ്പും ഭിന്നതയും ഉണ്ടാക്കുന്ന സ്വരത്തിൽ പറഞ്ഞിട്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. നോക്കൂ, ഞാൻ പറയാം കേരള നെദ്വത്തുൽ മുജാഹിദീൻ, ശ്രീ ബറാമി, കേരള നെദ്വത്തുൽ മുജാഹിദീൻ ഒരു പ്രമുഖ മുസ്ലിം സംഘടനയാണല്ലോ. അതിൻ്റെ നേതാവ് അബ്ദുള്ള കോയ മദനി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. അദ്ദേഹം ഒന്ന് പറയട്ടെ. അബ്ദുള്ള കോയ മദനി. വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഗവൺമെൻറ് തലത്തിലുമെല്ലാം വിവാദമാക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് യോജിപ്പില്ല. വെറുതെ ഈ കലാലയ തുടക്കത്തിൽ വർഗീയമായി ഈ കാര്യത്തെ ജനങ്ങളിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമുണ്ടായതിൽ തന്നെ ഞങ്ങൾ സംഘടനാപരമായി ദുഃഖിക്കുകയാണ്. തീർച്ചയായും സംഘടനാപരമായി മതം പഠിച്ച, മതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നിൽക്കുന്ന കേരള നെദ്വത്തുൽ മുജാഹിദീൻ്റെ നേതാവ്, KNMൻ്റെ നേതാവ്, ഭാരവാഹി അദ്ദേഹം പറയുകയാണ്, അബ്ദുള്ള കോയ മദനി പറയുകയാണ്, പ്രമുഖ മതപണ്ഡിതൻ പറയുകയാണ്, ഇത് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, വർഗീയതയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ അനാവശ്യമായി സൃഷ്ടിച്ച വിവാദമാണെന്ന്. ഇതിൽ വലിയ ആധികാരികത എന്താണ് മതം പഠിച്ചവരുടെ വാക്കുകളിൽ നിന്ന്? ശ്രീ ബറാമി, ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന TK അഷ്റഫ് മതം പഠിച്ചിട്ടില്ല, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല. നാസർ ഫൈസി കൂടത്തായി ഇതിനെ എതിർത്തിട്ടില്ല, അദ്ദേഹം മതം പഠിക്കുന്ന ആളല്ല, നാസർ ഫൈസി കൂടത്തായി മയപ്പെട്ടു. നാസർ ഫൈസി കൂടത്തായിക്ക് കൺഫ്യൂഷനുകൾ തീർന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ ഈ പറയുന്ന കാര്യം പിന്നെ എല്ലാവരും അതേപോലെ പറഞ്ഞോളൂ എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായും KNMനോ അല്ലെങ്കിൽ TP അബ്ദുള്ള കോയ മദനിക്കോ മറുത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെ. ഞങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പറയും. ഞങ്ങൾക്ക് ഡിസെൻഡ് ചെയ്യാൻ അവകാശമുണ്ട്. നിങ്ങളുടെ എതിർപ്പ് മാത്രമാണ് രേഖപ്പെടുത്തിയത് എന്നുണ്ടെങ്കിൽ ആ എതിർപ്പുകൾ, ഇപ്പോൾ എനിക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മറ്റൊരുവൻ്റെ മൂക്കിൽ തട്ടുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ വരയ്ക്കുന്നത്. അതിനെ സാങ്കേതിക അർത്ഥത്തിൽ മാത്രം പറയാൻ സഫ്വാൻ ബറാമി മെനക്കെടേണ്ടതില്ല. ഞാൻ തിരിച്ചത് അപകടകരമായ നറേഷൻ ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും ആരുടെ മൂക്കിനാണ് തോണ്ടിയത്? ഞങ്ങൾ ആരുടെ ദേഹത്താണ് സ്പർശിച്ചത്? കേരളത്തിന്റെ മതേതര മൂക്കിലാണ് നിങ്ങൾ തോണ്ടാൻ ശ്രമിച്ചത്. അതിൽ എനിക്ക് സംശയം തോന്നുന്നില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നെങ്കിൽ താങ്കൾക്ക് പറയാം. ഓക്കെ, ആരുടെ മൂക്കിൽ തോണ്ടാനാണ് ഞങ്ങൾ ശ്രമിച്ചത്? മതേതരത്വത്തിന്റെ, കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മൂക്കിൽ തൊടാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതെങ്ങനെയാണ്? എന്റെ വിശ്വാസത്തിനനുസരിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ ഇവിടെ അവകാശമുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കേരളത്തിന്റെ എന്റെ വിശ്വാസത്തിനനുസരിച്ച് എനിക്ക് മനുഷ്യബലി നടത്താമെന്നാണെങ്കിൽ അത് അനുവദിക്കാനാകില്ല.
അവിടെയാണ് പ്രശ്നം വരുന്നത്. സഫ്വാൻ ബറാമി അത് അബ്ദുള്ള കോയക്ക് മദനിക്ക് ബോധ്യമായി. ഞാൻ തിരിച്ചെത്താം. അതെ, ഇതേ സാങ്കേതികതയാണ് മറ്റൊരു വശത്ത് താങ്കൾ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉപയോഗിച്ചത്. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് ഒരു നരബലിയെ ഒരു അബോർഷൻ പോലും സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന അങ്ങനെ ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടില്ലേ വ്യായാമത്തെക്കുറിച്ച്? നിങ്ങൾ കുട്ടികളെ കുതിര സവാരി അഭ്യസിപ്പിക്കണം, അമ്പെയ്ത്ത് അഭ്യസിപ്പിക്കണം, ശാരീരികമായ വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര ഹദീസുകളുണ്ട്. സഫ്വാൻ ബറാമി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന കായിക അധ്യാപകരുടെ ലിസ്റ്റ് പുറത്തുണ്ട്. അതായത് കായിക അധ്യാപക സംഘടനകൾ നാളെ ഇവിടെ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. സഫ്വാൻ ബറാമി ഈ കായിക അധ്യാപകരുടെ നിയമനം അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സഫ്വാൻ ബറാമി നിങ്ങൾ ഈ കായിക അധ്യാപകരുടെ കാര്യമല്ല, അവരുടെ ഒഴിവ് നികത്തണമെന്നല്ല പറഞ്ഞ. ഈ കായിക അധ്യാപകരെ നാളെ നിയോഗിച്ച ശേഷം അത് ഞങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നമല്ലേ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. ഒരൊറ്റ ചോദ്യം. പ്രശ്നത്തിന്റെ പരിഹാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതിന് റിലീസ് ഉണ്ടാകാൻ വേണ്ടി നമ്മളിവിടെ കാലങ്ങളായി നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങൾ പരിഗണിക്കാതെ ഒഴിവ് വന്നിട്ടുള്ള കായിക അധ്യാപകരുടെ പിന്നെ ഒഴിവിലേക്ക് അവരെ എന്താക്കാതെ അവിടെ റിക്രൂട്ട് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾക്ക് പോകരുതെന്ന് ഞാൻ ഒരൊറ്റ കാര്യം സഫ്വാൻ ബറാമി നാളെ ഈ ഒഴിവുകളുള്ള കായിക അധ്യാപകരെ നിയമിച്ച ശേഷം അവിടെ ഈ സൂംബ നടത്തിയാൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കായിക അധ്യാപകരല്ലല്ലോ വിഷയം. അവിടെ നിൽക്കട്ടെ. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവർ കൂടി ചർച്ചയ്ക്കുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നോക്കൂ, മുത്തലാഖ്, പൗരത്വ ഭേദഗതി, ഇതടക്കം പാർശ്വവൽകൃതർ പ്രതിസന്ധിയിലാകുന്ന എല്ലാ ഘട്ടത്തെയും തോൽപ്പിക്കാനായി ഒരുമിച്ച് മതേതരത്വത്തിൻ്റെ കൈകോർത്ത് ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ നിലനിന്ന സമൂഹമാണ് കേരളം. ആ കേരളത്തിലാണ് ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് ശ്രമിക്കുന്നത്. അത് ഇവർക്ക് ബോധ്യമായില്ലെങ്കിലും ശ്രീ അബ്ദുള്ള കോയ മദനി അടക്കമുള്ളവർക്ക് ബോധ്യമായി. ശ്രീ സി ഷുക്കൂർ. എനിക്ക് വളരെ രസകരമായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ടി.കെ. അഷ്റഫ്, അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ കൂടിക്കലർന്ന് തുള്ളുന്ന സംസ്കാരം, ഇതിനെയാണ് സൂംബ എന്നവർ മനസ്സിലാക്കിയത്. അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ കൂടിക്കലർന്ന് തുള്ളുന്ന സംസ്കാരം, ഈ വാദത്തിന് ഒരടിസ്ഥാനവും ഇല്ലാന്ന് 26-ാം തീയതി മുതൽ 29, 27, 28 3 ദിവസം നമ്മുടെ സ്കൂളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്കും പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അവരുടെ മക്കൾ ആരൊക്കെയാണ് സ്റ്റേറ്റ് സിലബസിലുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നത്, അവരുടെ ലിസ്റ്റ് അവർ പുറത്തുവിടട്ടെ. ആ കുട്ടികളുടെ ഇത്ര പേര് ഞങ്ങളുടെ വിസ്ഡം ഗ്രൂപ്പിൽപ്പെട്ടവർ ഇത്ര പേരുണ്ട്, അവർക്ക് ആ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടെ രക്ഷിതാക്കൾ ആ മക്കളുടെ ലിസ്റ്റ് പുറത്തുവിടട്ടെ. അത് എത്ര പേരുണ്ടാകും നമുക്ക് പരിശോധിക്കാം. എതിർക്കുന്നവർ എത്ര പേരുണ്ടാകും നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് തരും അവർ വിസ്ഡം ഗ്രൂപ്പിൽ പെടുന്നവർ എത്ര പേരുണ്ട്, അവരുടെ മക്കൾ പൊതുവിദ്യാഭ്യാസത്ത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന് കേരള ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന എയ്ഡഡ് സ്കൂളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളോ വരുന്നവർ എത്ര പേര് ഇവരുടെ മക്കളുണ്ട്, അവരുടെ ലിസ്റ്റ് പുറത്തുവിടട്ടെ. ഈ ടി.കെ. അഷ്റഫ് അടക്കം നമ്മളിപ്പോൾ സംസാരിക്കുന്ന അദ്ദേഹം അടക്കമുള്ളവർ അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ടി.കെ. അഷ്റഫ് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇവരുടെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു. വലിയ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മൈക്ക് ഉപയോഗിക്കാനുള്ള സമയം രാത്രി 10 മണിയാണ്. അത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി വിധികളുടെ പുറത്ത് ശബ്ദമലിനീകരണം വളരെ കൂടുകയും രാത്രി വലിയ തോതിൽ ദ്രോഹവും ചെയ്യുന്നതിൻ്റെ പേരിൽ 10 മണി വരെയാണ് മൈക്ക് പെർമിഷൻ അനുവദിക്കുന്നത്. അതിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടും അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ മൈക്ക് ഉപയോഗിച്ചു. ആ മൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഓഫീസർ ഇവരുടെ 10:15 വരെ കാത്തു നിന്നിട്ട് ഇവർ മൈക്ക് ഓഫാക്കിയില്ല.
അവസാനം അദ്ദേഹത്തിന് പോയിട്ട് ട്രാഫിക് വലിയ ജാമാകുന്നുണ്ട്, ടൗണിൽ പ്രശ്നങ്ങളുണ്ട്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് കണ്ടപ്പോൾ അദ്ദേഹം ആ മൈക്ക് ഓഫാക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ചിരിച്ചു കാണിക്കുന്ന ഒരു ഇളിക്ക് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ ചിരിച്ചു. അതിന് വീഡിയോ എടുത്തിട്ട് ഇവരൊക്കെ ഏത് രീതിയിലാണ് പ്രചരിപ്പിച്ചെന്ന് മനസ്സിലായോ? അതിന് മേൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ഫോട്ടോ ഷെയർ ചെയ്ത്, ഷാഫി പറമ്പിൽ ആ ഫോട്ടോ ഷെയർ ചെയ്ത്, ഇവരോട് ചെയ്യുന്ന കുൽസിത പ്രവർത്തനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുസ്ലിം വിരുദ്ധ സർക്കാരാണെന്ന് സ്ഥാപിക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്താ പ്രശ്നം? നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞു. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിയും UDF അടക്കമുള്ള മുന്നണി ജയിച്ചു. ആ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. അതിനുശേഷമുള്ള തൊട്ട് അടുത്താണ് ആ സമയത്തിന് പ്രധാനപ്പെട്ട ഒരു വിവാദം എന്തായിരുന്നു? സ്കൂളുകളിൽ കാമണിക്കൂർ നേരത്തെ തുറക്കാനും കാമണിക്കൂർ കഴിഞ്ഞ് അടക്കാനും തീരുമാനിക്കുന്നു. ശനിയാഴ്ച അവധി കൊടുക്കാൻ തീരുമാനിക്കുന്നു. വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായി. ഗവൺമെൻറ് അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഹൈക്കോടതി നിശ്ചയിച്ചതാണ് ഈ സമയക്രമം. ഹൈക്കോടതി പറയട്ടെ. എന്താ മദ്രസ വിദ്യാഭ്യാസം തകരുമെന്ന രീതിയിൽ വലിയ തോതിൽ നറേഷൻ വന്നു. തകർന്നോ? മദ്രസ വിദ്യാഭ്യാസം കേരളത്തിൽ തകരുന്നുണ്ടോ? ഏതെങ്കിലും ഗവൺമെൻറ് മദ്രസ വിദ്യാഭ്യാസത്തിനെതിരാണോ? ഇല്ല. അതിനുശേഷം രണ്ടാമത്തെ വിവാദം സൂംബ. 26-ാം തീയതി സൂംബ തുടങ്ങുന്നു. മുഖ്യമന്ത്രി വളരെ നേരത്തെ ഈ കാര്യം പറഞ്ഞു. ഈ സൂംബ എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളോടെയാണ് മനുഷ്യന്മാർ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ശാസ്ത്രീയ തെളിവുണ്ട്. എന്താ സംഗതി? നിരവധി പഠനങ്ങൾ, നേരത്തെ അജിംഷാ പറയുന്നത് നിരവധി പഠനങ്ങൾ അത് സംബന്ധമായുണ്ട്. മാത്രമല്ല ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി വിദ്യാഭ്യാസം നൽകാൻ 2009 മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, അതായത് രണ്ടാം UPA ഗവൺമെൻറ്, അഹമ്മദ് സാഹിബ് അടക്കമുള്ള കേരളത്തിലെ നിരവധി പേർ മന്ത്രിമാരായിരുന്ന രണ്ടാം UPA ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഒന്നായിരുന്നു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെ. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്വം എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളെ സർവോന്മുഖ എല്ലാ വിധത്തിലുള്ള ഉന്നതിക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ ചൈൽഡ് ഫ്രീ ഓഫ് ഫിയർ, ട്രോമ ആൻഡ് ആങ്സൈറ്റി, കുട്ടികൾക്ക് ഭയമില്ലാതെ, ട്രോമയില്ലാതെ, ആങ്സൈറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു വിദ്യാഭ്യാസമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. 5 വർഷത്തേക്ക് മാൻഡേറ്റുള്ളൊരു ഗവൺമെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2021 മെയ് 18-നോ 20-നോ മറ്റോ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത 5 വർഷം ഈ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഈ 5 വർഷം സംസ്ഥാനത്ത് എന്താണ് നടപ്പാക്കേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം ഈ ഗവൺമെൻറ് ഉണ്ടെന്നേ. അത് ഏതെങ്കിലും മതസംഘടനയിൽപ്പെട്ട ഏതെങ്കിലും മതസംഘടനയല്ല, ഈ വിസ്ഡമിനെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് ഇല്ല. നമ്മളെ മനസ്സിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു അവർ ആശങ്ക പറയും. എന്താണ് ആശങ്ക? ഇന്നലെ എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ സാറ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് വളരെ ശ്രദ്ധിച്ചു. ഭൂമി ഉരുണ്ടതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഭൂമി ഉരുണ്ടതാണ്. പല മതഗ്രന്ഥങ്ങളും പറയുന്നത് ഭൂമി പരന്നതാണെന്നാണ്. ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയിൽ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ അത് പരന്നതല്ല, ത്രികോണാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമോ? ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമില്ല. ഈ സൂംബ ഡാൻസുമായി സംബന്ധമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ കരിക്കുലം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം 2009 വിദ്യാഭ്യാസ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകാനുള്ള 2009 നിയമപ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്നതാണ്. 5 വർഷത്തേക്ക് മാൻഡേറ്റ് കൊടുത്തൊരു ഗവൺമെൻറ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അധികാരമുണ്ട്. അങ്ങനെ UDFനോ അല്ലെങ്കിൽ ഇവർക്കോ അധികാരം, നിങ്ങൾ പറയണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അടുത്ത ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സൂംബ നിർത്തലാക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. നിലവിലുള്ള സർക്കാർ മാൻഡേറ്റ് കൊടുത്താൽ നിങ്ങൾക്കതിന് തടസ്സം കൊടുക്കുന്ന നിയമസഭ കൂടുമ്പോൾ അങ്ങനെ പറയാം. ഇനി നിങ്ങളുടെ MLA മാരുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിങ്ങൾ സഹകരിക്കുന്ന MLA-മാരെ കൊണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിപ്പിക്കുക. അതിന് പകരം സമൂഹത്തിൽ ഛിദ്രഭിന്നമാക്കുന്ന രീതിയിൽ സമൂഹത്തിനിടയിലേക്ക് സാധാരണ മുസ്ലിം മതവിശ്വാസിയെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിൽ എല്ലാ പുരോഗമന ആശയങ്ങൾക്കും മനുഷ്യനും കുട്ടികൾക്കും സന്തോഷം കിട്ടുന്ന എല്ലാ സംഗതികൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ എതിരാണ് എന്ന രീതിയിൽ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവർ ചെലവാക്കുന്നത്. ഇവർക്ക് ആവശ്യം എനിക്ക് ബലമായ സംശയം സംഘപരിവാറിനെ വീടുപണി ചെയ്യുന്ന ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. സംഘപരിവാറാണ് ഇതിന് ഗുണം ലഭിക്കാൻ പോകുന്നത്. ഒരു നിലക്കും ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന പരിഷ്കാരം നടപ്പാക്കണമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി ഏത് ഘട്ടത്തിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ വിസ്ഡമിൻ്റെ ഫിത്തനയിൽപ്പെട്ട ഒരു മുസ്ലിം ടെർമിനോളജി പറഞ്ഞാൽ വിസ്ഡമിൻ്റെ ഫിത്തനയിൽപ്പെട്ടതാണ് ആര്? എന്താ പേര്? ഒരു
താടി മുടിക്ക് മെയിലാഞ്ചി ഇടുന്ന ഒരു ഉസ്താദില്ലേ, നേരത്തെ പറഞ്ഞ അയാൾ പേരെനിക്ക് പറഞ്ഞു, അയാൾ, പിന്നെ ഇവരുടെ കുറച്ച് ആൾക്കാർ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ MS അക്കൂടത്തായി MSFന്റെ രണ്ട് ആൾക്കാർ, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു നേരത്തെ പെൺകുട്ടികൾ പരാതി പറഞ്ഞ ഒരാൾ, അയാളുടെ പേര് എനിക്ക് പറഞ്ഞു. ഇവരൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ തഹ്ലിയും അയാൾ ആ പെൺകുട്ടി പരാതി പറഞ്ഞ മറ്റേ ആളും ഹരിതയുടെ അവരൊക്കെ എന്താ ചെയ്തത്? ഈ വിസ്ഡംകാർ ഇസ്ലാമിന്റെ ചാമ്പ്യന്മാരോ എന്ന് ഭയന്നിട്ട്, ഈ ഇസ്ലാമിന്റെ ചാമ്പ്യന്മാർ ഇവരാകുമോ എന്ന് ഭയന്ന്, ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം എന്നതിലേക്ക് ഇതിന്റെ പിന്നാലെ കൂടുകയാണ്. സമസ്ത നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത്. അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായം പറയാത്തതാണ്. കേരളത്തിൽ എങ്ങനെ നമുക്ക് യുവജനോത്സവം നടത്താൻ കഴിയുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒപ്പനയുണ്ട്, കോൽക്കളിയുണ്ട്, ദഫ്മുട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും, സ്കൂളുകളിലും ക്യാമ്പസുകളിലും മുസ്ലിം കുട്ടികളും മുസ്ലിം അല്ലാത്ത കുട്ടികളും എത്ര കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്, നാടകം കളിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിരോധിക്കാൻ കഴിയുമോ? അതൊക്കെ ആ വർഷങ്ങളായി നടക്കുന്ന ആ സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മതഗ്രൂപ്പ് വന്നിട്ട് തടയണമെന്ന് പറഞ്ഞാൽ നമുക്ക് തടയാൻ കഴിയുമോ? അത് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥികളെ നൈസർഗികമായ കഴിവിനെ പുറത്തു കൊണ്ടുവരുന്നതിന്, അവരിൽ ടാലൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ സംഗതിയാണ്. ഞങ്ങളുടെ കുടിസായ മതബോധത്തിന് പുറത്ത് സമൂഹം ഇല്ലാന്ന് വിചാരിക്കുന്ന അപകടകരമായ സംഗതിയാണ്. ഇവരോട് ചർച്ച ചെയ്യാൻ പോലും വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊരിക്കലും കേരളത്തിലെ മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്യുന്നവരല്ല. അയാൾക്ക് ആ വാദമില്ലാന്ന് അയാൾ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരൊരിക്കൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും കേരള സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം മുസ്ലിം മതവിശ്വാസികളും 5 നേരം പള്ളി പോകുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും താങ്കളാ നിലയ്ക്ക് എല്ലാ മുസ്ലിങ്ങളും റെപ്രസെന്റ് ഇവരാരും ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ ഞാൻ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത ആളല്ല. ഞാൻ എനിക്ക് മുസ്ലിം സമുദായത്തിലെ നിരവധി സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുണ്ട്. അവർ നൽകുന്ന ഇല്ല, നിങ്ങൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ ഞാൻ പറയുന്നതെന്ന്? എനിക്ക് അവകാശവാദമില്ല. ഞാൻ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുന്ന, ഇന്ത്യൻ മതേതരത്തിൽ നിലകൊള്ളുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണെന്നേ. ഞാൻ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ തന്തയാവേണ്ട, നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുതലാളിമാരാകേണ്ട, നിങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പഠിക്കുന്ന കുട്ടികളുടെ ബാപ്പമാരാകേണ്ട. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇന്നേ വരെ 26, 27, 28 3 ദിവസം കേരളത്തിലെ ഏതെങ്കിലും പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടുത്തെ ഹെഡ്മാസ്റ്റർക്ക് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്? നിങ്ങൾക്കൊന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തിനാണ് ഈ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഛിദ്രത ഉണ്ടാക്കുന്നത്? ഐക്യത്തോടെ പോകുന്ന, പരസ്പര സ്നേഹത്തോടെ പോകുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ ആരോടാണ് കൊട്ടേഷൻ വാങ്ങി വന്നിട്ടുള്ളത്? RSSകാരോടാണോ? ഈ സംഘപരിവാറിനോടാണോ? നിങ്ങൾ എന്തിനാണ് സംഘപരിവാർ വെള്ളയിച്ചു കൊടുക്കുന്ന ഒരു പണി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന സമീപനം എടുക്കുന്നത്? ഇത് തിരുത്തണം. നിങ്ങൾക്ക് ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? അങ്ങനെയുള്ളവർ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ക്രിയാത്മകമായി ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി കണ്ട് സംസാരിക്കാമല്ലോ. മുഖ്യമന്ത്രി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരില്ലേ? നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി കണ്ട് സംസാരിക്കാമല്ലോ. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മോശക്കാരാക്കുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. തീർച്ചയായും വ്യക്തമാണ്, സമഗ്രമാണ്, സമൃദ്ധമാണ്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് വെള്ളത്തിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഇങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത്, ഇങ്ങനെ ഒരു അഴകുഴമ്പൻ നിലപാടായിരുന്നു നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 1. 2, മറിച്ചൊരു അഭിപ്രായമാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഭിന്നത, ഒരു ഐക്യമില്ലായ്മ, ഒരു 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 ഒന്നിച്ചുള്ള ഒരു നീക്കം ഇല്ലായ്മയൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ഇന്നലത്തെ ലീഗ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് വളരെ മയപ്പെട്ടാണ് പൊതുസമൂഹം മുഴുവൻ ഇളകിയപ്പോൾ ഇത്തരത്തിൽ രക്ഷകർത്താക്കളായ, അത് എല്ലാ സമുദായത്തിനുള്ള കുട്ടികളൊന്ന് ആടിപ്പാടി അവരൊന്ന് വ്യായാമം ചെയ്തിട്ട് വീട്ടിലോട്ട് വരട്ടെ, അവർക്കൊരു റിലാക്സേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് അതിനും ഇവർ സമ്മതിക്കില്ലേ എന്ന് സാധാരണ രീതിയിൽ ഭാഷയിൽ ചോദിക്കുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടു, ഒരുപാട് അച്ഛന്മാരെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ബാപ്പന്മാരെയും ഉമ്മമാരെയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നിലപാട് ഷാർപ്പാകണമായിരുന്നു. ഞാൻ വിമർശിക്കുകയല്ല, കോൺഗ്രസ് മതേതരത്വത്തിനോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമൊക്കെയാണ്. പക്ഷേ ഷാർപ്പായി ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമായിരുന്നു. നോക്കൂ സർക്കാർ പറഞ്ഞത്, നോക്കൂ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അവിടെ ഒരു വീഴ്ച പറ്റിയോ കോൺഗ്രസിന്? ശ്രീ സേനാപതി വേണു. അജിംഷാ, വളരെ ഷാർപ്പായി തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. അത് പ്രതിപക്ഷ നേതാവാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും വളരെ ഷാർപ്പായി. ഞങ്ങൾ ഈ കാര്യത്തിൽ സുംബ നൃത്തം അത് സ്കൂളിൽ നടത്തുന്നതിനോട്
ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക വിളവെടുക്കാൻ കഴിയുന്നത് ഈ വിവാദങ്ങളാണ്. ചില ആളുകൾ ഞാനിവിടെ ആദ്യം സഫ്വാൻ ബറാമിയുടെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഇത് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു പകുതി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. അതൊക്കെ ഒരു കുഴപ്പവുമില്ല. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കുന്ന ഈ നടപടികൾ അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് അല്ലെങ്കിൽ വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഒരു ദിവസം നാസർ ഫൈസി കൂടത്തായി നമ്മൾ ഈ സമൂഹത്തിൽ അജിംഷാ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പണ്ഡിതർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. അവർ ബ്രാഹ്മണരാണ്, അവർ എല്ലാവരും പണ്ഡിതന്മാരാണ്, പഠിച്ചവരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ പഠിക്കാത്തവരില്ല, അല്ലെങ്കിൽ എല്ലാവരും പഠിച്ചതുകൊണ്ട് അവരെ പണ്ഡിറ്റ്ജി എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഇവിടെ ചില ആളുകൾ സ്വയം പണ്ഡിതർ ചമയുകയാണ്. എന്താ പണ്ഡിതൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പാണ്ഡിത്യമുള്ളവരാണ്. പാണ്ഡിത്യമുള്ളവർ സമൂഹത്തെ നന്നാക്കുന്നതിനും അല്ലെങ്കിൽ സമൂഹത്തിന് പുരോഗമനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ആളുകളല്ലേ. അവരൊക്കെ പറയുന്നത് നമുക്ക് കേട്ടാ. ഇപ്പോൾ സുംബ നൃത്തത്തെക്കുറിച്ച് അവർക്കുള്ള ആക്ഷേപം എന്താണ്? ഒന്ന് നമ്മൾ കേട്ടു, ഞാൻ ഷുക്കൂർ സാർ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുകയല്ല. ഒന്ന് പറഞ്ഞത് അല്പവസ്ത്രധാരികളായി എന്താ പറഞ്ഞ നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ സ്കൂളുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 3 ദിവസമായിട്ട് നടന്നിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ ഒരു പീരീഡ് ഡ്രിൽ പീരീഡ് ഉണ്ടായിരുന്നു. നമുക്കന്ന് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന ഡ്രസ്സിൽ ആ സ്കൂൾ യൂണിഫോം ഉള്ളവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ ആ ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ ഈ ഡ്രില്ലിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ രാവിലെ സുംബ നൃത്തത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ ആ സ്കൂളിൽ വരുന്ന അവരുടെ യൂണിഫോം അല്ലെങ്കിൽ ആ യൂണിഫോം ഇല്ലാത്ത സ്കൂളുകളിലാണ് കാഷ്വൽ ഡ്രസ്സിൽ അതിലാണ് നടക്കുന്നത്. അവിടെ വേറെ ഏതെങ്കിലും ഒരു വസ്ത്രം അതിന് ധരിച്ചതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ സംശയമുണ്ടായെങ്കിൽ ഇവർക്ക് പോയി സ്കൂളിൽ പറയാം. ഇനിയിപ്പോൾ അവരുടെ മക്കൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇടകലർന്ന് വേണ്ട. അപ്പോൾ ശരി, ആൺകുട്ടികൾ പടിഞ്ഞാറേ ഗ്രൗണ്ടിലും പെൺകുട്ടികൾ കിഴക്കേ ഗ്രൗണ്ടിലും, അല്ലെങ്കിൽ ആൺകുട്ടികൾ തെക്കേ ഗ്രൗണ്ടിലും പെൺകുട്ടികൾ പടിഞ്ഞാറേ ഗ്രൗണ്ട്, വളരെ ചെറിയ കാര്യത്തിൽ പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അങ്ങ് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരാൾ പറയുന്നത് നമ്മൾ 19-ാം നൂറ്റാണ്ടിലേക്കും 17-ാം നൂറ്റാണ്ടിലേക്കും ഇവിടെ സുനിത വില്യംസ് മാസങ്ങളോളം ശൂന്യാകാശത്ത്, ശുഭാംശു ശുക്ല ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നത് എത്രയോ നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ ഇതുപോലെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ശാസ്ത്രം വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയും നമ്മളെ എങ്ങോട്ടാണ് ഇവരൊക്കെ നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജിംഷാ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, വളരെ ദുഃഖം തോന്നുന്നു മനസ്സിൽ. മനുഷ്യൻ ഇപ്പോഴും ഈ മതത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ഞാൻ വി ഡി സതീശന്റെ വാക്കുകളെ വീണ്ടും കടമെടുക്കുക, ഈ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയിലേക്ക് ഈ നാട് ഇതിനെ കൊണ്ടുപോകുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ്? ഞാൻ ഷുക്കൂർ സാർ പറഞ്ഞ് വീണ്ടും സംശയിക്കുകയാണ്. ഇത് ചിലർക്ക് വേണ്ടി വഴിമരുന്നിട്ട് കൊടുക്കാനോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അല്ലേ എന്ന് സംശയിക്കുന്നു. സുംബ നൃത്തത്തിൽ നിങ്ങളത് പരിശോധിക്കുന്നേ, അതിന് ഇവര് കാണുന്ന സുംബ നൃത്തം എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്ന സ്കൂളുകളിലെ സുംബ നൃത്തത്തിന്റെ അല്ലല്ലോ വിഷ്വലുകൾ കാണിക്കുന്നത്. സ്കൂളിലെ സുംബ നൃത്തത്തിൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞുകൊണ്ട് കുട്ടികൾ അതിൽ അവർ വല്ല ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നു. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞ നിലപാടിന്റെ പൊതു വിഷൻ ശരിയാണ്. പക്ഷേ അവിടെ ചില കല്ലുകടികളുണ്ട്. അതാണ് വി ഡി സതീശനും പറഞ്ഞതിലെ ഒരു ഷാർപ്പ്നെസ്സിൻ്റെ കുറവായി ഞാൻ നിരീക്ഷിച്ചത്. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ആൺകുട്ടിയെ വടക്കേ അറ്റത്തും പെൺകുട്ടിയെ തെക്കേ അറ്റത്തും നിർത്തി കളിപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് കോൺഗ്രസിൻ്റെ നിലപാടാണോ? അങ്ങനെ വേണമോ? നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചല്ലേ കളിച്ച് വളരേണ്ടത്? അതിനെല്ലാം ഈ ശാരീരിക ചിന്തകൾ മാത്രമേ ഉള്ളൂ. സാക്ഷാൽ മക്കയിൽ പോലും ഹജ്ജിൻ്റെ ഘട്ടത്തിൽ ആണും പെണ്ണും ഒരുമിച്ചാണ് തവാഫ് ചെയ്യുന്നത്, മീൻസ് പ്രദക്ഷിണം ചെയ്യുന്നത്, അടക്കം ചെയ്യുന്നത്. അല്ല, പ്രകൃതി തന്നെ മനുഷ്യനെ അജിംഷാ അങ്ങനെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ KSRTC ബസ്സിൽ ഇടിച്ചു കയറി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത്
ആ സീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ നമ്മൾ ഷുക്കൂർ ചേർന്ന് വക്കീൽ എന്തോ നിൽക്കുന്നതാണ് പറയുന്നു. ഇഷ്ടമില്ലെന്ന് ഷുക്കൂർ വക്കീൽ എന്തോ പറയുന്നു, ഒരു നമ്മൾ പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കും. നമ്മൾ ടൗണിൽ തിരക്കുള്ള പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫംഗ്ഷനുകൾ നടക്കുന്നിടത്തൊക്കെ, അല്ല ഞാനതിനെ ഒരു 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 എന്താ പറഞ്ഞേ, അത് ആ ഒരു അല്ല ശ്രീ സേനാപതി വേണു, താങ്കൾ, ഞാൻ പറഞ്ഞു താങ്കളുടെ വിഷൻ ശരിയാണ്, താങ്കളുടെ വിഷൻ ശരിയാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിൽ എല്ലാവരെയും ആരെയും വെറുപ്പിക്കാതൊക്കെ കടന്നു പോകാം, അത് ഈ കാര്യത്തിൽ പാടില്ല. അതാണ് പൊതുസമൂഹത്തിന്റെ സന്ദേശം. അതാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. താങ്കൾ വ്യക്തിപരമായി ഒക്കെയാണ്, പക്ഷേ രാഷ്ട്രീയമായി വരുമ്പോൾ ആ ഷാർപ്പ്നെസ് കുറവ് കോൺഗ്രസിൽ പ്രതിഫലിക്കും. കോൺഗ്രസ് ആ കാര്യത്തിൽ സുവ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അത് അല്ല, ഇവരെ മയപ്പെടുത്താൻ നമുക്ക് ആൺകുട്ടികളെ വടക്കേറ്റത്തും പെൺകുട്ടികളെ തെക്കേറ്റത്തും നിർത്തണോ? അല്ല വേണ്ട, ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് തോന്നുന്നത്, അവരുടെ കുട്ടികൾ രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ മാറ്റേണ്ടി വരും. ആ തോന്നല് പോലും സ്കൂൾ ബസ്സായാലും പൊതു ബസ്സായാലും ബസ്സിൽ മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞത് അത് വർത്തമാനകാല സമൂഹത്തിന് അങ്ങനെ ഒരു ചിന്താഗതി പോലും ഭൂഷണമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇതിനകത്ത് ഈ വിമർശനവുമായിട്ട് വന്ന ആളുകൾ ഇതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ബെനഫിറ്റ് അവർക്ക് ശാരീരികമായിട്ട്, അപ്പൊ ചോദിക്കും ഇതല്ലാതെ എന്നാ യോഗ പഠിപ്പിക്കാമല്ലേ, ഇല്ല രാവിലെ കൂട്ടയോട്ടമാണ് കുട്ടികൾ ഈ കാര്യത്തിന് വേണ്ടി നടത്തുന്നത്, അപ്പോഴും ഓടുമ്പോൾ ഇടകലർന്നല്ലേ ഓടുന്നത്. അപ്പോൾ ഇടകലരാൻ പാടില്ല എന്നുള്ള ആ ചിലരുടെ എന്താ പറഞ്ഞ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം അത് പിന്തിരിപ്പന, അതാരും അല്ലെങ്കിൽ അവര് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ലിജീഷിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷുക്കൂർ വക്കീൽ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു, അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ പെട്ടെന്ന്, കാരണം എനിക്ക് ലിജീഷിലേക്ക് പോകണം. അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യത്തിലും പിന്നെ ഈ ലൈംഗികത കാണുന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രയോഗമുണ്ട്, അത് പിന്നെ പരസ്യമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരി, ഓക്കെ. ശ്രീ ലിജീഷ്, താങ്കളിലേക്ക് എത്താൻ വൈകിയത് ബോധപൂർവമല്ല. എല്ലാ അതായത് ചെറിയ ഒരു അജിംഷ, ഒരു സെക്കൻഡ്, ചെറിയ കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് അജിംഷ, ചെറിയ കുട്ടികളെ കാണുമ്പോൾ അതിലൊക്കെ ലൈംഗികത തോന്നുന്ന ഒരു മാനസിക വൈകല്യത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? 6 വയസ്സ് 7 വയസ്സായ കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ലൈംഗികത കാണുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കാനാണ്? തീർച്ചയായും. ശ്രീ ലിജീഷ്, ഞാൻ ഇതിൻ്റെ സാമൂഹികപരമായ വശത്തിൻ്റെ ആഴങ്ങളും ശാസ്ത്രീയതയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരിലേക്കും പോയതിന് ശേഷം താങ്കളിലേക്ക് എത്തിയത്. അതുകൊണ്ട് താങ്കളെ ഒഴിവാക്കിയതല്ല, താങ്കൾക്ക് അതിന് അങ്ങനെ വിഷമം തോന്നരുത്. കാരണം ചർച്ച തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് താങ്കളിലേക്ക് വരുന്നത്. അതിന് ഞാൻ ആ അർത്ഥത്തിൽ ക്ഷമ ചോദിക്കുക കൂടി ചെയ്യുകയാണ്. താങ്കളിപ്പോൾ വരുന്നത് SFIയുടെ ദേശീയ സമ്മേളനത്തിൽ നിന്നായിരിക്കും, അഖിലേന്ത്യാ സമ്മേളനം. അവിടുത്തെ ഒരു നഗറിൻ്റെ പേര് സോളിഡാരിറ്റി പാലസ്തീൻ എന്നാണ്. ആ നഗറിൽ നിന്നാണ് താങ്കൾ വരുന്നത്. അതുകൊണ്ട് താങ്കളോട് എനിക്ക് അധികം വിവരിക്കാനില്ല. ഇങ്ങനെ സമൂഹത്തെ കുത്തിത്തിരിക്കുന്നവർക്കെതിരായി താങ്കളുടെ പ്രസ്ഥാനം, യുവത ഇന്നലെ തന്നെ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ പൊതുസമൂഹം ഒന്നാകെ ജാതി മതഭേദമന്യേ ആ പ്രളയത്തിൽ കണ്ടതുപോലെ കൈകോർത്തുകൊണ്ട് ഇത്തരം ഒറ്റപ്പെട്ട എലമെൻറ്റുകൾക്കെതിരെ ശക്തമായി രംഗത്തെത്തി. അവർ അവരുടെ ജനാധിപത്യ മാർഗത്തിലുള്ള അഭിപ്രായമായിരിക്കാം പറഞ്ഞത്, പക്ഷേ അതുണ്ടാക്കുന്ന ഭിന്നത രൂക്ഷമായിരുന്നു. അതിനെതിരായി കേരള സമൂഹം ഒന്നിച്ചു. മതേതര വിശ്വാസികൾക്ക് ആ അർത്ഥത്തിൽ സന്തോഷിക്കാം, അല്ലേ ലിജീഷ്? ശ്രീ അജിംസെ പറഞ്ഞത് ശരിയാണ്. കേരളത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാക്കിയിട്ടുള്ള ചർച്ച പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം ഇതിനകത്ത് പ്രസ്താവന നടത്തിയ വിസ്ഡം ഗ്രൂപ്പ് ആവട്ടെ, MSF ആവട്ടെ, അതുപോലെ മറ്റ് മേലധ്യക്ഷന്മാരാവട്ടെ, എല്ലാവരും ഇല്ല, വളരെ ചുരുക്കം. അവരെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ നല്ലോണം മയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രീ സഫ്വാൻ ഞങ്ങളൊന്നും മയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പിടിച്ച മാനിന് ഇത്ര കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ നേതൃത്വമൊന്നും അങ്ങനെയല്ല പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല മാറ്റം അവർക്ക് വന്നിരിക്കുകയാണ്. അത് കേരള സമൂഹത്തിൻ്റെ പൊതുവായ ഇടപെടലിൻ്റെ ഭാഗമായാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് പോലും തിരുത്തപ്പെടേണ്ടി വരികയാണ് കേരളത്തിനകത്ത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഏറ്റവും ആദ്യം ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ അവരിപ്പോൾ എന്തെങ്കിലും ഉറച്ചു വെക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ ഇവിടെ തന്നെ ചർച്ചയിൽ പറഞ്ഞു, ഞാനത് കൂടുതൽ ആവർത്തിക്കപ്പെടുകയല്ല. ഇപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒന്ന് അല്പവസ്ത്രമാണ്, മറ്റൊന്നുള്ളത് കൂടിച്ചേരലുകളാണ്. ഇപ്പോൾ അതെല്ലാം ഏതാണ്ട് ഒഴിവാക്കിയ മട്ടാണ്. കാരണം ഇതൊരു രഹസ്യ നൃത്തമല്ല. കേരളത്തിനകത്ത് സംഘടിപ്പിച്ചൊരു രഹസ്യ നൃത്തമാണെങ്കിൽ ചിലപ്പോൾ വിസ്ഡം ഗ്രൂപ്പുകാർക്കോ
അല്ലെങ്കിൽ ഇപ്പോഴും 17-ാം നൂറ്റാണ്ടിൻ്റെ മനസ്സുമായി നിൽക്കുന്ന വിസ്ഡം ഗ്രൂപ്പിലെ ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഇതൊരു രഹസ്യ നൃത്തമാണ്, ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് കാണണം, ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പൊതുവായി എല്ലാവരും കാണുന്നതാണ് ഈ പറയുന്ന സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ. ഇത് അവസാനത്തെ അവറിൽ എല്ലാവരും കൂടി നിന്ന് നമ്മളെ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. അത് ആ നിലയിൽ വളരെയേറെ പ്രചാരണം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ മുന ഒടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ് ഉരുണ്ട് കളിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ ചില പ്രശ്നങ്ങൾ കൂടി കാണണം എന്നാണ് ഞങ്ങളുടെ കൺസേൺ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നേരത്തെ ശ്രീ ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അത്രയേറെ ശക്തിപ്പെട്ടു. പഴയ കാലത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ നിലയിൽ എല്ലാ മേഖലയിലും, പശ്ചാത്തല മേഖലയാവട്ടെ, പാഠപുസ്തക വിഷയമാവട്ടെ, യൂണിഫോമിൻ്റെ കാര്യത്തിലാവട്ടെ, ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാ സംവിധാനത്തിനകത്തും വലിയ മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. അൺഎയ്ഡഡ് മേഖലയ്ക്കകത്ത് അതുമായി ബന്ധപ്പെട്ട ചോർച്ച ഉണ്ടാവാം. ഇപ്പോൾ ഈ വിസ്ഡം ഗ്രൂപ്പുകാരും അതുപോലെ ഇതിനെതിരായി പ്രതികരിക്കുന്നവരെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതുവിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കി അൺഎയ്ഡഡ് മേഖലയ്ക്ക് കളമൊരുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. അതാണ് നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞത്. ഏറ്റവും പ്രസക്തമാകുന്നത് ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതൃത്വവും അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എത്ര പേരാണ് ഇവിടെ സാധാരണ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത്? അവരൊക്കെ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. എന്നിട്ട് പൊതുവിദ്യാലയം ശക്തിപ്പെടുന്ന സമയത്ത് അതിനെ തകർത്ത് മറ്റുള്ളതിലേക്ക് ആളെ കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ ഇവർ നടത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കുന്നത് മാത്രമല്ല, ഇത് ലാറ്റിൻ അമേരിക്കയിൽ അല്ല, അതൊക്കെ അവർ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോ ഉരുണ്ട് കളിക്കാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക, അതായത് സാമ്രാജ്യത്വത്തിനെതിരെ ഫുട്ബോൾ വരെ കൊണ്ട് പ്രതിരോധിക്കുന്ന, അതായത് ജീവിതത്തിൻ്റെ ഓരോ കാലടികൾ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ് ലാറ്റിൻ അമേരിക്ക. അതവിടെ നിൽക്കട്ടെ, അത് പോട്ടെ, അത് അവർക്ക് മനസ്സിലായില്ലേ. പക്ഷേ ആ ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഉയിർക്കൊള്ളുന്ന സാധനത്തിൽ സ്വാഭാവികമായും അത്തരം എലമെൻറ്റുകളുണ്ട്. അത് ഞങ്ങളുടെ കുട്ടികളെ അസ്വസ്ഥപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്. ആ ആശങ്ക ശരിയല്ലേ? അതൊന്നും അല്ല ഇവരുടെ ആശങ്ക. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചത് മനസ്സിലാകും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുമ്പോൾ എല്ലാം അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇതുപോലുള്ള ചെറുവിഭാഗങ്ങൾ, എല്ലാവരെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല, ചെറുവിഭാഗങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ആവശ്യാനുസരണം സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യാനുസരണം പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വലതുപക്ഷ സംഘടനകളാണ്. കോൺഗ്രസ് ആവട്ടെ, MSF ആവട്ടെ, മറ്റുള്ളവരൊക്കെ അതിനനുസരിച്ച് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കൺസേൺ കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു, കേരളത്തിനകത്ത് ഇത് ഉണ്ടാക്കിയ പരിക്ക്. നേരത്തെ ഇവിടെ ശ്രീ സഫ്വാൻ പറഞ്ഞത് അയാൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. കേരളത്തിനകത്ത് ഞങ്ങളുടെ കൺസേൺ അല്ലേ പറയുന്നതെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ കൺസേൺ കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇതിന്റെ ഗുണം കിട്ടുന്ന മറ്റൊരു വശമുണ്ട്. അത് തിരിച്ചറിയാനുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുക? ഇന്ത്യയിലെ സാഹചര്യമെങ്കിലും നിങ്ങൾ പഠിക്കണ്ടേ? കേരളത്തിലെ സാഹചര്യമാണോ ഇന്ത്യയിലെ സാഹചര്യം? അതുപോലെ പഠിക്കാൻ തയ്യാറാവതെയാണ് ഇവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് RSSനും BJPക്കാണ്. RSSനും BJPക്കും വിടുപണി ചെയ്യുന്ന പണിയാണ് ഇന്ന് വിസ്ഡം ഗ്രൂപ്പും അതുമായി ബന്ധപ്പെട്ടുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയിലേക്കാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇത്തരമൊരു വിഷയം കേരളത്തിനകത്ത് ഉയർന്നു വരുന്ന സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളാവട്ടെ, മുസ്ലിം ലീഗിന്റെ നേതാക്കളാവട്ടെ, ഇവരുടെ പ്രതികരണം എങ്ങനെയാണ് വന്നത്? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ. ഇത് നിങ്ങളുടെ അഭിപ്രായം നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. ഇത് വന്ന വിവാദമായ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എങ്ങനെയാണോ? പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇത് ചർച്ച ചെയ്യപ്പെടണം, വിശാലാർത്ഥത്തിൽ കാണണം എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ പറയട്ടത്, കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു നൃത്തമല്ല, പുതുതായി ഉണ്ടാക്കിയ നൃത്തമല്ല. ലോകരാജ്യങ്ങളാകെ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണിത്, ഒരു കായിക വിനോദമാണിത്. ഇത് ഈ കാർഡിയാക്ക് ഒരു വിനോദമാണിത്, അതിന്റെ വ്യായാമവുമായി ബന്ധപ്പെടുന്നതാണിത്. അങ്ങനെയെല്ലാം അംഗീകരിക്കപ്പെട്ട, അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ലത്. ലോകത്തിലാകമാനം അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനം കേരളത്തിനകത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അത് ലഹരി ബോധവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും നട്ടെല്ലോടെ നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരും അവർക്ക് സഹായം ചെയ്യുന്നു, അവർക്ക് സഹായം കിട്ടുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന രൂപത്തിലാണ് ഇവരുടെ പ്രസ്താവന വന്നത്. നല്ല കർക്കശമായ അഭിപ്രായം പറയണ്ടേ?
കേരളത്തിന്റെ മതേതരത്വത്തെ ഇങ്ങനെ പച്ചയായി കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടക്കുന്ന സമയത്ത് അവിടെ നിലപാട് പറയാൻ കോൺഗ്രസ് തയ്യാറാവണ്ടേ? അവിടെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണ്ടേ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും കേരളത്തിന്റെ പൊതുവികാരം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇത് പറയണ്ടേ? അവിടെയാണ് കോൺഗ്രസിനടുത്ത് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. പറയേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ പറയാതെ പോവുക. അതിന്റെ ഗുണഫലം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി വരട്ടെ എന്ന് കാണുക. ഈ സമീപനം നിങ്ങൾ മാറ്റണം എന്ന് വിനയത്തോടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക. ശ്രീ സഫ്വാൻ ബറാമി, ഏതൊക്കെ തരത്തിലാണ് ഈ മതേതര സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങൾ നിങ്ങളെ മാറ്റുന്നത് അല്ലെങ്കിൽ മാറ്റാൻ നിശ്ചയിക്കുന്നത്? ഇപ്പോൾ മതപണ്ഡിതരടക്കം ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഏതൊക്കെ തരത്തിലാണ് ഇതിനോട് നിങ്ങൾക്ക് ബാധ്യതപ്പെടേണ്ടത്? കാരണം നമ്മൾ ഒരു നാട്ടിൽ നിന്ന് നോമ്പ് പിടിച്ചിട്ട് അടുത്ത നാട്ടിൽ ചെന്നാൽ അവിടെ പെരുന്നാളായാൽ ആ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കണം. ഇത്രയേറെ സമവായത്തിൻ്റെ പിന്നീട് ഒരുപാട് ഘട്ടങ്ങളിൽ കരാറുകൾ ലംഘിച്ച സമൂഹത്തോട് കൈകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിശാലമായ സമവായനാണ്. അതുകൊണ്ട് സ്വയം വിചാരിക്കേണ്ട, ഒരു ഈഗോ വിചാരിക്കേണ്ട, തിരുത്തണമെങ്കിൽ തിരുത്തി ഈ മതേതര സമൂഹത്തോടൊപ്പം കൈ ഉയർത്താം. എന്താണ് സഫ്വാൻ ബറാമി നിങ്ങളുടെ നിലപാട് ഇപ്പോൾ? ഇവിടെ പിന്നെ നിങ്ങളടക്കം സൂചിപ്പിച്ച കാര്യം ഞങ്ങൾ മയപ്പെടുത്തി എന്ന് വീണ്ടും ഇവിടെ SFIയുടെ പ്രതിനിധി കൂടെ പറയുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു എന്താണ് ഞങ്ങൾ മയപ്പെടുത്തിയത്? അത് ഞങ്ങൾ എഴുതിയത് ഇടകലർന്ന് കളിക്കുന്നു എന്ന പ്രശ്നം ആണ് ഞങ്ങൾ മയപ്പെടുത്തിയതെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആചാരം എന്ന് പറയുന്നത് പെണ്ണിനിടയിൽ പെൺകുട്ടികൾക്കുമിടയിൽ സെഗ്രിഗേഷൻ വേണമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. എല്ലായിടത്തും അങ്ങനെ പാലിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്പവസ്ത്രധാരികളായിക്കൊണ്ട് തുള്ളാൻ പാടില്ല എന്ന് എഴുതിയതിലാണ് ഞങ്ങൾ മയം വരുത്തിയത് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇപ്പോഴും നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. അതിലൊരു മയം വരുത്തിയിട്ടില്ല എന്ന് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിക്കാം. വെരി ഗുഡ്. ഇവിടെ അല്പവസ്ത്രം എവിടെയാണ്? എവിടെയാണ് അല്പവസ്ത്രം പറയുമ്പോൾ ഒരാൾ ഇടപെടുമ്പോഴും ഞാൻ പറയുന്നത് അത് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ്. സൂംബാ നൃത്തമാണ്, സാമ്പാ നൃത്തമല്ല. നിങ്ങൾ അതായിരിക്കും കണ്ടിട്ടുണ്ടാവും. സെർച്ച് ചെയ്ത് തെറ്റിപ്പോയതാണ്. സാമ്പ ആണെങ്കിൽ എന്താണ് കുഴപ്പം? നിങ്ങളുടെ ധാർമ്മിക പരിസരത്ത് അതുകൊണ്ടാണ് അല്പവസ്ത്രം പറയുന്നത്. അല്പവസ്ത്രം പറയുന്നത് അതാണ്. അല്ലാന്നേ ഇനി അല്പവസ്ത്രം പറയുന്നത് സാമ്പ ആണെങ്കിൽ അല്ല വേറൊരു കാര്യമുണ്ട്. ഈ താങ്കളുടെ സമയമാണ്. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ അല്പവസ്ത്രം എവിടെ കിട്ടി? നമ്മുടെ യൂണിഫോമിൽ എവിടെയും അല്പവസ്ത്രം ഇല്ലല്ലോ. അപ്പോ തെറ്റായി ധരിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ വായിക്കാം. ഈ കേരളത്തിൽ ഈ വിഷയത്തിൽ സംഘപരിവാരുടെ അച്ചാരം വാങ്ങുന്ന ആളുകളുടെ ഇവരുടെ അർത്ഥത്തിൽ വേണമെങ്കിൽ ഞാൻ ഇനിയും പേരുകൾ വായിക്കാം. KPSTA അധ്യാപക സംഘടന പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. KSTU പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. KHSTU അധ്യാപക സംഘടന പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. KNMന്റെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. റഹ്മത്തുള്ള സക്കാഫി സമസ്തയുടെ AP വിഭാഗം ഭാരവാഹിയാണ്, അദ്ദേഹം പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ISMന്റെ ഈ നേരത്തെ പറഞ്ഞ ശുക്കൂർ സ്വലാഹി പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ബോധ്യപ്പെട്ടു, താങ്കൾക്കുള്ള ബോധ്യപ്പെടാത്ത. ഞാൻ ചോദിക്കുന്നത് തെറ്റിദ്ധാരണ തിരുത്തുന്നത് അല്ലല്ല. ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ സഫ്വാൻ ബറാമി ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ അത് തിരുത്തുന്നതിൽ എന്തെങ്കിലും മതവിലക്കുണ്ടോ? ഒരു തെറ്റായ കാര്യം? ഞാൻ ഈ പേര് വായിച്ചതിൽ നിന്ന് ആരാണ് പിറകോട്ട്? അല്ലല്ല, അവരുടെ പേരല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു അല്പവസ്ത്രം. നമ്മുടെ യൂണിഫോമിൽ, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിൽ എവിടെയാണ് അല്പവസ്ത്രമുള്ളത്? യൂണിഫോമിലാണ് സൂംബ കളിക്കുന്നത്. അല്ല, സൂംബ കളിക്കുന്നത് യൂണിഫോമിലാണ്. തെറ്റാണ്. വ്രണപ്പെടാൻ നിങ്ങൾക്ക് മാത്രമല്ലെന്നേ വികാരമുള്ളത്. ഞങ്ങളുടെ കുട്ടികൾ, പൊതുധാരയിലുള്ള കുട്ടികൾ അല്പവസ്ത്രമല്ല, അവർ സഫിഷ്യൻ്റായ വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് യൂണിഫോമായി പോകുന്നത്. ആ യൂണിഫോമിലാണ് അവർ ഡ്രിൽ അഥവാ ഈ സൂംബ കളിക്കുന്നത്. അതിലെന്താണ് നിങ്ങൾ അല്പവസ്ത്രം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താണ് അത്? തെറ്റല്ലേ? അത് നിങ്ങൾ തിരുത്തണ്ടേ ബറാമി? ഇവിടെ ഞാൻ പറഞ്ഞത് അല്ല, പറയൂ എവിടെയാണ് അല്പവസ്ത്രം? നമ്മുടെ യൂണിഫോമിൽ എവിടെയാണ് അല്പവസ്ത്രം? അത് ഞാൻ പറയാൻ തന്നെ അനുവദിക്കണ്ടേ? ഞാനിവിടെ ഉന്നയിച്ച പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞ ഒന്നിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ധാർമ്മിക പരിസരമുണ്ട്. ആ ധാർമ്മിക പരിസരത്തിൽ നിന്ന് ഞങ്ങൾ ഉന്നയിച്ചതിൽ നിന്ന് ഒന്നും ഞങ്ങൾ പിറകോട്ട് പോയിട്ടില്ല. കേരളത്തിലെ 8ാം ക്ലാസ്സിൽ വിസ്ഡം മൂവ്മെന്റിന് മാത്രം അല്ലേ ഞങ്ങൾ ഉന്നയിച്ചത്? ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഈ വിസ്ഡം മൂവ്മെന്റ് മാത്രം. അത് മതത്തിന്റേതല്ലല്ലോ, മതത്തിന്റെ പേരല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വിസ്ഡം മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ ആൾക്കാരുള്ളൂ അല്ലേ?
ഇവിടെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ കുറഞ്ഞ സമയമുണ്ട്. ഇവിടെ ഒരുപാട് എല്ലാവരും എന്നെയാണ് ഇവിടെ വേഗം പറയൂ. എന്നിട്ട് നിങ്ങളെ ക്ലാരിഫിക്കേഷനിലേക്ക് ഞാൻ വരാം. ഇവിടെ പിന്നെ ഞങ്ങൾ ഇവിടെ എന്തോ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ സംഘപരിവാറിന് വടി കൊടുക്കുന്നു. ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പരിസരത്ത് സംഘപരിവാറിന് വടി കൊടുക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ മാസം മുസ്ലിങ്ങളുടെ ആഘോഷം പെരുന്നാൾ, വലിയ പെരുന്നാൾ വന്നു. ആ വലിയ അതൊന്നും താങ്കൾ അത്തരം കാര്യങ്ങൾ താങ്കൾ കാട് കയറിപ്പോവല്ലേ. ആ അവധിയുടെ കാര്യത്തിൽ ഒക്കെ ക്ലാരിഫിക്കേഷൻ വന്നതാണ്. താങ്കൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ സഫ്വാൻ. അല്ല, ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ശരി, താങ്കൾ പറയൂ. ഞാൻ പറയട്ടെ. എല്ലാവരും എന്നെയാണല്ലോ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ആരും വളഞ്ഞിട്ട് ആക്രമിച്ചില്ല, താങ്കളെ ആരും വളഞ്ഞിട്ട് ആക്രമിച്ചില്ല. പറയൂ. ആയിക്കോട്ടെ, അവരൊക്കെ എന്റെ എതിരാണ്, അഭിപ്രായത്തെയാണ് വളഞ്ഞിട്ട് എനിക്ക് സമയമാണല്ലോ. എന്റെ അഭിപ്രായത്തെയാണ് അവർ ആക്രമിച്ചത്. അപ്പൊ അതിന് മറുപടി എനിക്ക് സമയമാണല്ലോ. ഇവിടെ ആ അവധിയുടെ വിഷയം വന്നപ്പോ മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് പാടില്ല, അവധി മാറ്റി. അപ്പോ വീണ്ടും ഇവിടെ ഒരു പരിസരം ഉയർന്നു വന്നു. അതെന്താണ്? മുസ്ലിങ്ങൾ ഇതാ ഒന്നാകെ ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന നറേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആരാണ് അങ്ങനെ നറേഷൻ ഉണ്ടാക്കി കൊടുത്തത്? ഇനി ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് വരൂ. കുറച്ച് ബാക്കിലോട്ട് പോകണം. എ കെ ആന്റണി പറഞ്ഞിരുന്നു ഒന്ന്, ലീഗ് ഒത്തു ഭരിക്കുന്ന തിരൂരങ്ങാടിയിൽ ജയിച്ച എ കെ ആന്റണി പറഞ്ഞിരുന്നു. എന്താണ് ന്യൂനപക്ഷ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് എ കെ ആന്റണി പറഞ്ഞിരുന്നു. തിരൂരങ്ങാടിയിൽ ലീഗ് അടക്കമുള്ളവരുടെ ഒപ്പം നിന്ന് മുന്നണി ഭരിച്ച എ കെ ആന്റണി പറഞ്ഞിരുന്നു. കുറെ പിന്നിലേക്ക് പോകും. അത് വിടൂ സഫ്വാൻ, സൂംബയിലേക്ക് തിരിച്ചെത്തും. ഇതുപോലെ ഇനിയിപ്പോ അതുപോലെ ചാപ്റ്റർ വരാണ്, ഇതുപോലെ അധ്യായങ്ങൾ വേണം എന്നിട്ട് പറയാം. അതുപോലെ അടുത്തൊരു ചാപ്റ്റർ വരെയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു സംഗതി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നു. ഇവിടെ പാഠ്യപദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇൻക്ലൂസിവിറ്റി വേണമെന്നത് നമ്മുടെ പാഠ്യപദ്ധതികൾക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മതേതര രാജ്യത്ത് അങ്ങനെ വേണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഘട്ടത്തിൽ ഓരോരോ സംഗതി കൊണ്ടുവരുന്നു. അതിനോട് ഞങ്ങൾ ഡിസന്റ് പറയുമ്പോഴേക്കും, അതിനോട് ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴേക്കും ഇത് താലിബാനാണ് എന്ന് പറഞ്ഞ്, താലിബാനിസമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ച സംഘപരിവാറിന് വടി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളല്ലല്ലോ. അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് താലിബാനിസമായി ഇവിടെ സംഘപരിവാരത്തിന് വടി കൊടുക്കുന്ന ഒരിക്കലും ഞങ്ങളല്ല. ഇത് ചാപ്റ്ററുകൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ല. ഇനി ഇവിടെ ഷുക്കൂർ വക്കീല് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാണ്. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ടതില്ല, തൽക്കാലത്തിന് അദ്ദേഹം വരേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം $1 മില്യൺ ചോദ്യം ചോദിക്കാണ്. ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ വിസ്റ്റത്തിന്റെ നേതാക്കന്മാരിൽ എത്ര മക്കൾ പഠിക്കുന്നുണ്ടാകും? നിങ്ങൾ കണക്കെടുത്തോളൂ, നിങ്ങൾ ധൈര്യമായി കണക്കെടുത്തോളൂ. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് പോകുന്ന സ്കൂളിലേക്ക് രാവിലെ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും പോകുന്നത് പൊതുവിദ്യാഭ്യാസത്തിലേക്കാണ്. നിങ്ങളിവിടെ പേരെടുത്തു പറഞ്ഞ ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ് ടി കെ അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് പോകുന്നവർ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. ആ നറേഷനൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് ഞങ്ങളെപ്പോലൊരു വിഭാഗത്തെ മാറ്റി നിർത്തരുത് എന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾക്ക് കൂടെ ഉൾക്കൊള്ളാനുള്ള പരിസരം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയാണ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന പണിയായി മാറുക എന്നത് നിങ്ങൾ വിശദീകരിക്കണം. ഇവിടെ ആ നിലയ്ക്ക് ഞങ്ങളുടെ ഒരു കൺസേൺ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് താലിബാനിസമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്. അതായത് 7-8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആണും പെണ്ണുമാണ്, അവർക്കിടയിൽ മറ വേണമെന്ന് പറയുകയും ചെയ്യുന്നു, എന്നിട്ട് താലിബാനിസമാണെന്ന് പറയുകയും ചെയ്യരുത്, അല്ലേ? അതല്ലേ സഫ്വാൻ? നിങ്ങളിവിടെ ഇസ്ലാമിന്റെ മനോഹരമായ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇവിടെ SFIന്റെ പ്രതിനിധിയും പറയാണ് ഇത് പ്രാകൃതമാണ്, മന്ത്രി പറയാണ് ഇത് പ്രാകൃതമാണ്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇസ്ലാമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നൂതനം, ഏതൊക്കെയാണ് പ്രാകൃതം എന്നൊരു ലിസ്റ്റ് നിങ്ങൾ ഇറക്കും. എന്നിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് തീരുമാനിക്കാം ഏതൊക്കെ കാര്യങ്ങൾ ശ്രീ സഫ്വാൻ ഒറ്റ കാര്യം മുസ്ലിം സമൂഹം വിശുദ്ധമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ തവാഫ്, അതായത് പ്രദക്ഷിണം അടക്കം ചെയ്യുന്നത് ആണും പെണ്ണും ഒരുമിച്ചല്ലേ? അവിടെ ഏതെങ്കിലും മറയുണ്ടോ? അത് നിങ്ങൾ പറയുന്ന രൂപത്തിലുള്ള പുരോഗമന കാഴ്ചപ്പാടിലാണ് പെണ്ണും ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിലാണോ അത് അവിടെ നടക്കുന്നത്?
അങ്ങനെയാണോ അവിടെ നടക്കുന്നത്? ശരി, എങ്ങനെയായാലും നടക്കുന്നുണ്ടല്ലോ, എങ്ങനെയായാലും ഒരുപോലാണ് അവിടെ വിശ്വാസികൾ നടക്കുന്നുണ്ട്. ഇത് സമൂഹം കാണുന്നുണ്ട്, ഇത് മുസ്ലിങ്ങൾ അടക്കമുള്ള മതേതര സമൂഹം കാണുന്നുണ്ട്. നിങ്ങൾ അവരിൽ ഒറ്റപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തുക, അല്ലെങ്കിൽ തിരുത്തുക. ശരി, ശ്രീ അതൊന്നും ഇവിടെ നടപ്പാക്കുന്ന കാര്യമില്ലല്ലോ. അല്ല, ഒരു പോയിന്റ് കൂടെ പറഞ്ഞു ഞാൻ അടുത്ത പോയിന്റ്. പിന്നെ ഇവിടെ വിശ്വത്തോട് ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല എന്ന് ശുക്കൂർ വക്കീൽ വലിയ അതാണല്ലോ ആജ്ഞാ പിന്നെ സ്വഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവരോടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ന്യൂനപക്ഷത്തിന്റെ, ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയുള്ള ന്യൂനപക്ഷത്തിനെ കേൾക്കാതിരിക്കുന്നതാണ്, അവരോടൊരു കാര്യത്തിൽ ചർച്ച ചെയ്യാതിരിക്കലാണ് ജനാധിപത്യം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാം. ശ്രീ സഫാൻ, ന്യൂനപക്ഷത്തെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നൊന്നും വെറുതെ വിടുവായിൽ പറയാൻ ഞാൻ പറഞ്ഞത്. മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പറൊന്നും വിസ്ഡം ഗ്രൂപ്പ് ഏറ്റെടുക്കേണ്ടതില്ല. മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പറം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. ആ ചർച്ചയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആ ധിക്കാരപരമായ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. ഈ കേരളത്തിൽ നിന്നിട്ടാണ് നിങ്ങളിത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ നിന്നിട്ടാണ് പറയുന്നത് ആലോചിക്കണം. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ആ നിലയിൽ പരിഗണിച്ച ഗവൺമെന്റാണിത്. എന്റെ പൊന്നാര സുഹൃത്തെ, ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് ശുക്കൂർ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാചകം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി ഇവരോടൊന്നും ചർച്ചയ്ക്ക് തന്നെ പോകരുതെന്ന്. അങ്ങനെ ന്യൂനപക്ഷമായ നല്ല നമസ്കാരം. ശ്രീ ശുക്കൂർ, അതായത് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദിയുടെ പേര് സോളിഡാരിറ്റി പാലസ്തീൻ എന്നാണ്, പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്നതാണ്. പക്ഷേ MSFൻ്റെയും ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പരിപാടികളിൽ ഈ സൂംബയ്ക്ക് സമാനമായ നൃത്തം നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം ഇതിനൊക്കെ ഊർജം ആയി വളമായി ഇട്ടവർ പിന്നീട് മൗനമാകുന്നതും നാം കണ്ടതാണ്. ഇവരെയൊക്കെ വെറുപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മതേതര ചേരി എന്ന് അവകാശപ്പെടുന്ന പ്രമുഖ നേതാക്കന്മാർ അഴകുഴമ്പൻ നിലപാടെടുത്തതും നമ്മൾ കണ്ടതാണ്. ഇനി താങ്കൾക്ക് ചർച്ച അവസാനിക്കുമ്പോൾ താങ്കൾക്ക് തന്നെയാണ് വൈൻഡപ്പിൻ്റെ വേദി. താങ്കൾക്ക് മറുപടി പറയാം സഫാനോട്, വളരെ ചുരുക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിസ്ഡം പോലുള്ള ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ, ഇപ്പം താലിബാൻ്റെ കാഴ്ചപ്പാടാണ് അയാൾ പറയുന്നത്. താലിബാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണോ താലിബാൻ അവിടുത്തെ സ്ത്രീകളോട് കാണിക്കുന്നത്? ലോകത്ത് ഏറ്റവും അധികം നമ്മൾ അഫ്ഗാൻ സ്ട്രീറ്റിൻ്റെ വീഡിയോ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ നിരവധി ഫുഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കാബൂളൊക്കെ. ഒരൊറ്റ സ്ത്രീയെ നിങ്ങൾക്ക് തെരുവിൽ കാണാൻ കഴിയില്ല. പാചകം ചെയ്തവരെ കാണാൻ കഴിയില്ല, പുറത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയില്ല. അതേ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഈ വിസ്ഡം ഗ്രൂപ്പുകാർ സമൂഹത്തിൽ ഇടപഴകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ എഴുതി ചേർത്ത മതേതരത്വം എന്ന വാക്ക്, സോഷ്യലിസം എന്ന വാക്ക് എടുത്തു കളയണമെന്ന് BJPയുടെ നേതാക്കൾ തുടർച്ചയായി പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ കൺസേണുള്ള മതേതരത്വവും സോഷ്യലിസവും വളരെ കൺസേണുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെതിരെ ഒരക്ഷരം ഇവരും ഉണ്ടില്ല. BJP എടുക്കുന്ന ഹിന്ദുത്വ സമീപനത്തിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത വർഗ്ഗമാണ് ഈ വിസ്ഡം. ഇവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ല, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ കേരളത്തിൽ പറഞ്ഞ കളവ് നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊന്നുമെതിരെ ഇവരാരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. അവരുടെ സമുദായത്തിലുള്ള പ്രശ്നങ്ങളിൽ പോലും രംഗത്ത് വന്നിട്ടില്ല. അവരാണിപ്പോൾ ഭരണഘടന BJP തകർക്കുന്ന ഘട്ടത്തിൽ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ജനാധിപത്യത്തിൽ സംസാരത്തിൽ ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ വിഷയം 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിന് കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ചിട്ട് ആ കരിക്കുലം എന്ത് വേണം, സിലബസ് എന്ത് വേണം, കരിക്കുലത്തിന്റെ സിലബസിൽ മറ്റെന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ഒരു മാൻഡേറ്റ് കൊടുത്ത സർക്കാരാണ് ഭരിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ ഈ അസഹിഷ്ണുത കാണിക്കല്ലേ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഈ അസഹിഷ്ണുതയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്കെതിരെ ആർക്കും പറയാൻ പാടില്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ മുണ്ടാൻ പാടില്ല. നിങ്ങളെ അസഹിഷ്ണുത നിർത്ത്. ഇത് താലിബാനിസാണ്, വിയോജിപ്പുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ള ഈ താലിബാൻ രീതി നിർത്തുന്നേ. ഞാൻ പറയട്ടെ,
ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് ഈ 5 കൊല്ലത്തേക്ക് മാൻഡേറ്റ് എടുത്തൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പേരാണ് നിയമസഭ. MLA മാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തിൽ MLA കാര്യം സഭയിൽ ഉന്നയിക്കാൻ പറയാം. അതിന് പകരം പൊതു ഇടത്ത് പറഞ്ഞു യാതൊരു അടിസ്ഥാനമില്ലാത്ത അല്പവസ്ത്രം കൊണ്ടാണോ കുട്ടികൾ ഈ ഡാൻസ് കളിക്കുന്നത്? നിങ്ങളെ തെളിയിക്കുന്നാൽ അല്പവസ്ത്രം ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ 4 5 കുട്ടികളുടെ പേര് പറഞ്ഞു. അതാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം? എത്ര ലക്ഷം കുട്ടികൾ ഇവിടെ പഠിക്കണം നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടാവോ? ആ കുട്ടികൾ എത്ര പേരെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവരേതെങ്കിലും വിയോജിപ്പ് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവിടെ HM-നോട് എഴുതി കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ സൂംബ ഡാൻസ് കളിക്കാൻ തയ്യാറല്ലെന്ന്? നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മതവിശ്വാസങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്യണമെന്ന്? നിങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് പോയിക്കോളുന്നു. ആർക്കാ എതിർപ്പുള്ളത്? ഗവൺമെൻറ് അൾട്രാ വയസ്സായ കോൺസ്റ്റിറ്റ്യൂഷന് നിരക്കാത്ത വല്ല തീരുമാനവും, നിങ്ങൾ ഏതെങ്കിലും വിശ്വാസിയുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത വല്ല തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 32 പ്രകാരം നിങ്ങൾക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിക്കാം. അങ്ങനെയാണ് യഹോവ സാക്ഷികൾ ഈ ദേശീയഗാനം ചൊല്ലുന്നവരെ ഒഴിവാക്കി നിങ്ങൾക്ക് സമീപിക്കാം. അതിന് പകരം സമൂഹത്തിനിടയിൽ ഛിന്ന ഭിന്നമാക്കുന്നവരിൽ ഛിദ്രത ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ എല്ലാ എന്തായിരുന്നാലും സ്ത്രീ വിരുദ്ധതയും കുത്തിത്തിരിപ്പും ഒക്കെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ മുമ്പോട്ട് വരുന്ന ഓരോ നടപടികളിലും മതത്തെയും പ്രവാചകനെയും പ്രവാചക തത്വത്തെയും കലർത്തി കുത്തിത്തിരിപ്പിന് ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഇവരോട് ആവർത്തിച്ച് പറയാനുള്ളത്. മതേതരത്വം ഭീഷണിയിലാകുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ വർഗീയ ചേരികൾക്ക് ഊർജ്ജമാകുന്ന ഒരു നിലപാടുകളെയും വെച്ചു പൊറുപ്പിക്കരുത്. അതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെ പൊതുസമൂഹം എന്ന നിലയിൽ സ്വീകരിക്കേണ്ടതുണ്ട് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വിസിയുടെ പൂർണ്ണമാകുന്നു.